ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ JB ക്രിയേഷൻ ആർട്സ് ആൻഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ കയ്യിൽ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ പ്ലാന്റ്സുകളാണ് സെയിലിനായിട്ട് വന്നതെന്നൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് സെയിലിനായിട്ടുള്ളത് അലോക്കേഷ്യ സെറൻഡിപിറ്റിയുടെ ഈ ഒരു പ്ലാന്റാണ്. നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 280 രൂപയാണ്. നമുക്ക് വന്നിരിക്കുന്ന എല്ലാ പ്ലാന്റ്സും ഒരുപോലെ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്. ഞാനാണെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ ഞാൻ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ളത് സെനഡോൻ്റെ ഗ്രീനും ഉണ്ട്, ഗോൾഡൻ സെനഡും ഉണ്ട്. ഈ പ്ലാന്റുകളെല്ലാം ജിഫി പ്ലാന്റുകളാണ്. ഇത് നമ്മൾ ജിഫി പ്ലാന്റുകൾ വന്നത് ജിഫി ബാഗോടുകൂടി തന്നെ നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റുകളാണ്. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 90 രൂപയാണ്. ഇത് അലോക്കേഷ്യ നെബുലയാണ്. നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്. എല്ലാ പ്ലാന്റും ഒരുപോലെ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്. നല്ല ലീഫുകളൊക്കെ ഉള്ള നല്ല പ്ലാന്റുകളാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 250 രൂപയാണ്. എല്ലാ പ്ലാന്റ്സിലും 3-4 ലീഫുകളൊക്കെ ഉള്ള നല്ല വലിയ പ്ലാന്റുകളാണ് കേട്ടോ. പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ളത് ക്രൊക്കഡൈൽ ഫേണാണ്. ക്രൊക്കഡൈൽ ഫേണിൻ്റെ കണ്ട് ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി പ്ലാന്റാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 230 രൂപയാണ്. നല്ല ഹെൽത്തി പ്ലാന്റാണ് കേട്ടോ. എല്ലാ പ്ലാന്റും ഒരുപോലെ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്. നമ്മൾ വലിയ പോട്ടിലോട്ട് മാറ്റുമ്പോൾ അതനുസരിച്ച് അത് ഇതിൽ നല്ല വലിപ്പത്തിൽ വരും. പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ളത് ഞാൻ എല്ലാ പ്രാവശ്യവും എടുക്കുന്ന ബ്ലാക്ക് വെൽവെറ്റ് ആണ്. അതിന് ഒരുപാട് ആവശ്യക്കാരുള്ള നല്ലൊരു പ്ലാന്റാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 270 രൂപയാണ്. ഈ പ്രാവശ്യം വന്നിരിക്കുന്ന പ്ലാന്റുകളെല്ലാം ഒരുപോലെ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്. ഒരുപാട് ലീഫൊക്കെ വന്ന നല്ല വലിയ ലീഫുകളുള്ള നല്ല പ്ലാന്റുകളാണ് കേട്ടോ. എല്ലാ പ്ലാന്റ്സും ഒരുപോലെ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സെയിൽ വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ 3-4 വട്ടം റീസ്റ്റോക്ക് ചെയ്ത പ്ലാന്റാണ്. അലോക്കേഷ്യയുടെ സിനോവേറ്റയാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 270 രൂപയാണ്. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്ന ലീഫുകൾക്കൊക്കെ ചെറിയ യെല്ലോ കളറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഈ പ്രാവശ്യം എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്. പിന്നെ ഇവർ ലീഫിലൊക്കെ സാഫ് അടിച്ചിട്ടുണ്ട്. അതാണ് ഈ ലിക്വിഡ് ഫോമിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് കേട്ടോ. ഇത് ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാ പ്ലാന്റും നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്. പിന്നെ ഇത് അലോക്കേഷ്യ നിഞ്ചയാണ്. അതിൻ്റെ കുറച്ച് പ്ലാന്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അലോക്കേഷ്യ നിഞ്ചയ്ക്ക് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടിരുന്ന 250 രൂപയാണ്. ഇത് അലോക്കേഷ്യ അസ്ലാനിയാണ്. അലോക്കേഷ്യ അസ്ലാനി ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നല്ല വെറൈറ്റി പ്ലാന്റാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 300 രൂപയാണ് കേട്ടോ. നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്. ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്ന ലീഫൊക്കെ നല്ല വലിയ ലീഫാണ്. നല്ലൊരു സ്ട്രക്ചറാണ് ഇതിൻ്റെ വെയിൻസൊക്കെ വന്നിരിക്കുന്നത് കണ്ടില്ലേ. നല്ലൊരു പിങ്ക് വെയിൻസാണ് ഇവയ്ക്ക് വരുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. അലോക്കേഷ്യ അസ്ലാനിയും ഞാൻ കുറച്ച് പ്ലാന്റ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ പിന്നീട് റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ കാണുന്നത് ഫിലോഡെൻഡ്രോൺ മെലനോക്രൈസ്റ്റമാണ്. ഇതിൻ്റെ വലിയൊരു പ്ലാന്റാണ് കേട്ടോ. ഇതിന് നമുക്ക് 350 രൂപയാണ് വരുന്നത്. ഇതിൻ്റെ തന്നെ 300 രൂപയുടെ പ്ലാന്റ്സും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. നല്ല പ്ലാന്റാണ്. ഇത് നമ്മൾ സ്റ്റിക്കിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ലീഫൊക്കെ നല്ല നീളത്തിൽ താഴോട്ട് ലീഫുകൾ വരുന്ന നല്ലൊരു പ്ലാന്റാണ്. പിന്നെ ഈ കാണുന്നത് SP കൊളംബിയയുടെ ചെറിയ പ്ലാന്റുകളാണ്. ചെറിയ വിലയ്ക്കുള്ള ചെറിയ പ്ലാന്റുകളാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ്സുകളൊക്കെ എടുക്കുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മേടിക്കാവുന്നതാണ്. പിന്നെ ഇത് അലോക്കേഷ്യ പില്ലറ്റിയാണ്. ഇതിൻ്റെ പല സൈസിലുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഈ കാണുന്ന അലൂമിനിയം പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഇതിൻ്റെ 40 രൂപയുടെ 50 രൂപയുടെ പിന്നെ 80 രൂപ അങ്ങനെ വലിയ സൈസിനനുസരിച്ച് വലിയ പ്ലാന്റിൻ്റെയൊക്കെ പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കാവുന്നതാണ്. ഇതെല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് കേട്ടോ. പിന്നെ ഇത് മോൺസ്ട്ര പെറു എന്ന് പറയുന്നൊരു പ്ലാന്റാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 90 രൂപയാണ്. പിന്നെ ഇത് അരേലിയ പ്ലാന്റുകളാണ്. കുഞ്ഞ് അരേലിയ പ്ലാന്റുകൾ. ഇതിന് നമുക്ക് 40 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ ഗ്രീനും ഉണ്ട്, വെരിക്കേറ്റഡും ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പ്ലാന്റ്സുകൾ എടുത്ത് കഴിയുമ്പം ഇതൊന്നും നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ മേടിക്കാവുന്നതാണ്.
പിന്നെ അടുത്ത സെയിലിനായിട്ടുള്ളത് ഈ ഒരു പ്ലാന്റാണ്. ഇത് ട്രീ ഫേൺ ആണ്. ഇത് നമ്മൾ ജിഫി ബാഗിൽ വന്ന പ്ലാന്റുകൾ നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റുകളാണ്. ഇത് നമ്മൾ ഏത് പോട്ടിലോട്ട് അയക്കുന്നോ അതനുസരിച്ച് നല്ല വലിപ്പത്തിൽ വരുന്ന ഫേൺ വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് ട്രീ ഫേൺ ആണ് കേട്ടോ. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 130 രൂപയാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഇതിൻ്റെ ഒരുപാട് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. എല്ലാ പ്ലാന്റ്സും നല്ല വലിപ്പമുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ. പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ളത് സമ്മർ ഗ്ലോറിയുടെ പ്ലാന്റ്സുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. നല്ല റേറ്റുള്ളൊരു പ്ലാന്റാണിത്. ഇത് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് കേട്ടോ. പിന്നെ ഗ്ലോറിയോസം സീബ്രയുടെ പ്ലാന്റുകൾ കുറച്ച് സെയിലിനായിട്ട് ഇരിപ്പുണ്ട്. അത് ഓരോന്നിൻ്റെ വലിപ്പം അനുസരിച്ചാണ് റേറ്റ് വരുന്നത്. ഈ പ്ലാന്റിന് 150 രൂപയുള്ളൂ. പിന്നെ വലിപ്പത്തിനനുസരിച്ചും മറ്റേ നേരത്തെ കാണിച്ച പ്ലാന്റ്സിനും ഈ വലിപ്പമുള്ള ലീഫൊക്കെ വരുന്നതിനനുസരിച്ച് 200 രൂപയൊക്കെ ആവും. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്. പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ളത് ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയായ ഈ ഒരു പ്ലാന്റാണ്. ഇത് ഫിലോഡെൻഡ്രോൺ മാക്സിമം ആണ്. നല്ല നീളത്തിൽ ലീഫ് വന്നിട്ട് വലിയ പ്ലാന്റ് ആവുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. നമുക്ക് ട്രോപ്പിക്കൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്നവർക്കൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. നല്ല പോട്ടിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിറഞ്ഞ് നല്ല വലിയ ലീഫോട് കിളിച്ച് വരുന്ന പ്ലാന്റാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 250 രൂപയാണ്. ഈ കാണുന്നത് ജംഗിൾ ഫീവർ എന്ന് പറയുന്ന ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയുടെ സീഡ്ലിങ്സ് ആണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 100 രൂപയാണ്. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ്. ഇത് റിംഗ് ഓഫ് ഫയർ വെരിക്കേറ്റഡിൻ്റെ ഒരു പ്ലാന്റാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 200 രൂപയാണ്. ഇതിൻ്റെ തന്നെ നമ്മൾ കട്ടിങ്സൊക്കെ എടുത്ത് നേരത്തെ പ്രൊപ്പഗേറ്റൊക്കെ ചെയ്തിട്ട് ബാക്കി വന്ന ഒരു പ്ലാന്റാണ്. ഇതിനകത്തിപ്പോൾ 2 ഷൂട്ട്സൊക്കെ വരുന്നുണ്ട്. ഇതിന് 100 രൂപയാണ് വരുന്നത്. പിന്നെ ഫിലോഡെൻഡ്രോണിൻ്റെ തന്നെ ബെർഗിൻ്റെ 2 വലിയ സൈസ് പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഇതൊരു പ്ലാന്റിന് 200 രൂപയാണ് വരുന്നത്. പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ളത് മോൺസ്ട്രയുടെ ഈ ഒരു പ്ലാന്റാണ്. പെനിസ്ട്രേഷൻസൊക്കെ 2 ലീഫിന് വന്ന പ്ലാന്റുകൾക്ക് 320 രൂപയാണ് വരുന്നത്. ഇതൊക്കെ 2 മെൻസ്ട്രേഷനൊക്കെ വന്ന വലിയ ലീഫുള്ള പ്ലാന്റുകളാണ്. പിന്നെ നല്ല വലിയൊരു പ്ലാന്റും ഉണ്ട്. ഇതാണെങ്കിൽ സ്റ്റിക്കിലൊക്കെ വെക്കാൻ സമയമായിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇപ്പോൾ സ്റ്റിക്കിലൊന്നും വെച്ച് കൊടുക്കാത്തതുകൊണ്ട് ഇപ്പോൾ ചാഞ്ഞ് കിടക്കുവാണ്. ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 400 രൂപയാണ്. നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്. ഞാനിപ്പോൾ നൂത്തിട്ട് ഞാനെടുത്ത് കാണിക്കാതെ എത്രയും വലിപ്പം ഉണ്ടെന്നുള്ളത്. നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഇത് ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. ഈ പ്ലാന്റൊക്കെ കൊറിയർ അയക്കുമ്പോൾ നല്ല നീളമുള്ള പാക്കിങ്ങിലായിരിക്കും വരുന്നത്. നല്ല നീളമുണ്ട്, നല്ല സൈസുള്ള പ്ലാന്റാണ് കേട്ടോ. നിങ്ങൾക്ക് വലിയ പ്ലാന്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അപ്പോൾ ഈ ഒരു പ്ലാന്റ് മേടിക്കാൻ വേണ്ടി ഇതിൻ്റെ ഒരെണ്ണേ ഉള്ളൂ. പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ളത് അലോക്കേഷ്യയുടെ ജാക്വലിനാണ്. നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 130 രൂപയാണ്. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്. പിന്നെ സീഡ്ലിങ്സ് ആയതുകൊണ്ട് തന്നെ ജിഫി ബാഗിലുള്ള പ്ലാന്റുകൾ നമ്മൾ പോട്ട് ചെയ്തിരിക്കുന്നതാണിത്. ഇതിൻ്റെ ഒരുപാട് പ്ലാന്റ്സുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ളത് ഫ്രൈടെക്കിൻ്റെ ഈ ഒരു വലിയ പ്ലാന്റിൻ്റെ കുഞ്ഞ് പ്ലാന്റ്സുകളാണ്. ഇതിൻ്റെ ജിഫി സൈസുള്ള പ്ലാന്റുകളാണ്. നമ്മൾ പോട്ടിലാക്കി വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 100 രൂപയാണ്. ഇതിൽ ചില പ്ലാന്റുകൾക്കൊക്കെ 3 ലീഫും 2 ലീഫും ഒക്കെ ഉള്ളതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാന്റാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് പിക്ക് അയച്ച് തരുമ്പോൾ ഏത് പ്ലാന്റാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് മേടിച്ചാൽ മതി കേട്ടോ. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ്. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ നോക്കിയേ അയക്കത്തുള്ളൂ കേട്ടോ. ഇതുപോലുള്ള പുതിയ പുതിയ വെറൈറ്റി പ്ലാന്റ്സുകളായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. നിങ്ങൾ ഓൺലൈൻ വഴി പ്ലാന്റ്സുകൾ മേടിക്കുന്നവരാണെങ്കിൽ, സെയിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പം അടുത്ത വീഡിയോയുമായി കാണും വരെ ബൈ ബൈ.